റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് വൈത്തിരി ടൗണിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറിച്ചർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ സാധിക്കും. അവിടെ 5 ബെഡ്റൂമോട് കൂടിയ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു അടിപൊളി സ്റ്റേയുടെ റിവ്യൂവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ, അതായത് ഇൻഫിനിറ്റി പ്രൈവറ്റ് പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺറൈസ് ആണ് കേട്ടോ. അതായത് രാവിലെ 7 മണി ആവുന്നതേ ഉള്ളൂ. ഈ സമയത്തുള്ള ചുറ്റുപാടുള്ള ഇവിടുത്തെ നാച്ചറാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അതിനുശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റ് കാണാൻ സാധിക്കും, നമ്മുടെ സ്റ്റേ കംപ്ലീറ്റ് ഫോഗ് കൊണ്ട് കവറായിട്ടുണ്ട്. അതായത് രാവിലെ 7 മണിക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സംടൈംസ് നമുക്ക് നല്ല ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇന്നത് കിട്ടിയിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. 10x6 വലുപ്പത്തിൽ വരുന്ന നല്ലൊരു പൂളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ എടുത്ത് പറയുന്നതാണ്, പൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റി പൂളാണ്, ഡയറക്റ്റ് ജമ്പ് ചെയ്യരുത്. എവിടെയാണ് ആഴം അറിയാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയൊക്കെ പോയിടിക്കും. പിന്നെ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ഷവർ ചെയ്യുക, അതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങാം. പിന്നെ മാക്സിമം കോട്ടൺ ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കളറും കാര്യങ്ങളൊക്കെ ഇളകുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നൈലോൺ ഡ്രസ്സ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇവിടെ മെയിനായിട്ടും ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിൽ ബാച്ചിലേഴ്സ് അലൗഡ് അല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ 3 ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് ആയിട്ടും പിന്നെ പൂളിൻ്റെ നേരെ താഴെയായിട്ട് 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 to 25 ആണ്. അതിന് മുകളിൽ ആൾക്കാർ വരുമ്പോൾ കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരുന്നു കൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിൽ ഒരു ഹെമോക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾ കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും അതേപോലെ തന്നെ രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കോഫിയൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അത്തരത്തിലുള്ളൊരു ഗംഭീര സീൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ നല്ല രീതിയിലുള്ളൊരു മൗണ്ടൻ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. രാവിലെ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു കാഴ്ച നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം എല്ലാ രീതിയിലും നല്ലൊരു വിസിബിലിറ്റി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ബാർബിക്യൂവും അതേപോലെ തന്നെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസിൻ്റെ പിൻ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെയുള്ള റൂമിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ 3 ബെഡ്റൂം കോട്ടേജാണ്. ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാൻ വരും. നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഒരു കോമൺ ഹാളിലാണ്. കോമൺ ഹാളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു സോഫയും ഒരു മിനി ടേബിളും അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ടെലിവിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിലായിട്ട് ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ബാൽക്കണിയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള കംപ്ലീറ്റ് കാഴ്ചകൾ ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു 180 ഡിഗ്രി വ്യൂസാണ് നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുക. കൽപ്പറ്റ ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയയും വൈത്തിരി ടൗൺ ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്കിനി ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഡൈനിങ് ഏരിയയും റൂംസൊക്കെ ഒന്ന് കണ്ടുപോകാം. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ കോമൺ ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരേ സമയം 8 പേർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ബേസും അതേപോലെ തന്നെ മിററൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കിച്ചൺ സൗകര്യം കൂടി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് പാചകം ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുകളാണ് ടോട്ടൽ വരുന്നത്. അതിൽ ആദ്യത്തെ റൂം നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ളൊരു സ്പേസും അതേപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബെഡിനോട് ചേർന്നിട്ട് ചാർജിങ് പോയിൻറ്റും അതേപോലെ തന്നെ ഈ ഒരു റൂമിലായിട്ട് കബോർഡ്, മിറർ സ്റ്റാൻഡ്, AC, ഫാൻ എന്നിവ കൊടുത്തിട്ടുണ്ട്. റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂം നോക്കുവാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാൽക്കണി വ്യൂ ആണ്. ബാൽക്കണിയിൽ വരുമ്പോൾ 2 ചെയറും അതേപോലെ തന്നെ ഒരു മിനി ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. മോർണിംഗ് സൺറൈസൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ റൂമൊന്ന് കണ്ടു നോക്കാം. റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. റൂമിൽ 2 ചെയറും ഒരു മിനി ടേബിളും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ AC-യും ഫാനും അവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിനിമലായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് തന്നെയാണ്.
ഈ ഒരു റൂമിൽ കബോർഡ് കൊടുത്തിരിക്കുന്നത് കാണാം, ലഗേജൊക്കെ സൂക്ഷിച്ച് വെക്കാൻ. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമിൽ എല്ലാവിധ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള 2 റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള റൂം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, നോർമലി കാണുന്ന ഒരു സ്റ്റെയർ കേസ് അല്ല, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ് അവരിവിടെ മൊത്തത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും, അത്യാവശ്യം സ്പേസുള്ളൊരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ചാർജിങ് പോയിൻ്റൊക്കെ നിയറായിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ ഈ ഫർണിച്ചറും ഫ്ലോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്. കംപ്ലീറ്റ് ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗ് വളരെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂമിലും AC കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും ബാത്റൂം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. നമുക്ക് ഈ ഒരു വൈത്തിരി ഏരിയ ഒരുവിധമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. തരത്തിലുള്ളൊരു 180 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടുപോകൂ. പിന്നെ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും പിന്നെ മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ സൺറൈസൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. നമ്മൾ ഓൾറെഡി ഇവിടെയുള്ള 3 ബെഡ്റൂം കോട്ടേജ് കണ്ടതാണ്. അതിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നത് പൂളിൻ്റെ നേരെ താഴെയായി കൊടുത്തിട്ടുള്ള 2 ബെഡ്റൂമുകളൂടെ ഉണ്ട്. അതായത് നോൺ AC റൂംസ്. ആ ഒരു കോട്ടേജിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഇരുന്നിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹെമോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള നല്ലൊരു മുറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫോഗും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടും. ഇനി നമുക്ക് റൂമിലേക്ക് പോയിട്ട് സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം കയറി വരുന്നത് ഇവിടുത്തെ കോമൺ ഹാളിലേക്കാണ്. കോമൺ ഹാളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു വലിയൊരു സോഫ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊരു TV-യും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്കിവിടുത്തെ ആദ്യത്തെ റൂമൊന്ന് കണ്ടു നോക്കാം. റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമാണ്. ഈ ഒരു റൂമിലായിട്ട് കബോർഡും അതേപോലെ തന്നെ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് വിൻഡോ വഴിയുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. രാവിലെ ഫോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ റൂമൊന്ന് കാണാം. ആദ്യത്തെ റൂമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ റൂമിൽ ചെറിയൊരു സ്പേസ് കുറവുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ആവശ്യത്തിനായിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാവും. താഴെയാണ് ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ തൊട്ട് മുകളിലായിട്ട് കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു ബെഡും കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. 2 ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് സ്പേസും അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ 3 ബെഡ്റൂം കോട്ടേജും അതിന് പുറമെ ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജും കംപ്ലീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. A to Z കാര്യങ്ങൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. കംപ്ലീറ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഇവിടെ മാക്സിമം 25 മെമ്പേഴ്സിനാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നത്. ഫാമിലിക്കും കപ്പിൾസിനും മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വൈത്തിരി ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റേഴ്സ് മാത്രമേ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വലിയൊരു ഹില്ലിൻ്റെ, അതായത് കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അതായത് ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തിൽ കിട്ടുന്നത്. അതൊക്കെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരിക. ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ളൂ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ആദ്യമേ പറയട്ടെ, ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്, കുറച്ച് ബഡ്ജറ്റ് വരുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. വയനാട്ടിലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള റിസോർട്ടുകളുടെയും അതേപോലെ തന്നെ മറ്റ് സ്റ്റേകളുടെയും റിവ്യൂസ് ഇതേപോലെ നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.